നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ടോപ്പ് എക്സ്പെൻസീവ് സ്പൈസസ് എന്ന് പറയുമ്പം ഫസ്റ്റ് വരുന്ന സാഫ്രോണാണ്. സാഫ്രോൺ നമുക്ക് ആക്ച്വലി നമുക്ക് ഇവിടെ കാശ്മീരിൽ മാത്രമേ കിട്ടും. കാരണം അവിടെയാണ് അതിൻ്റെ ആപ്റ്റബിൾ ടെമ്പറേച്ചറും ഇതെല്ലാം വരുന്നത്. പിന്നെ സെക്കൻഡ് എക്സ്പെൻസീവ് എന്ന് പറയുന്നത് വെനിലയാണ്. അതാണ് വെനിലയുടെ ചീപ്പ്. ഓക്കെ, ഇതിൻ്റെ ഒരു വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 to 4 years എടുക്കും ഇതിൻ്റെ ഫുൾ മെച്യൂരിറ്റിയിലേക്ക് വരാൻ. അത് കഴിഞ്ഞിട്ട് ഒരു 6 months to 7 months എടുക്കും ഇതിൻ്റെ ബീൻ ഒന്ന് പ്രോപ്പറായിട്ട്. അത് വരുന്നതെന്ന് പറഞ്ഞിട്ട് 16 to 18 centimeters ആണ് അതിൻ്റെ ലോങ്. ഇതിന്റെ ഇലയല്ലേ എടുക്കുന്നത്? ഇലയല്ല, ഒരു പൂ വരും. ഇത് സമയമായിട്ടില്ല, ഇതിന്റെ ഒരു പൂ വരും, ഫ്ലവർ. ആ ഫ്ലവറിൽ നിന്നാണ് എടുക്കുന്നത്. ആ ഫ്ലവർ നമുക്കിപ്പോൾ പോളിനേഷൻ സത്യത്തിൽ നടന്നുകൊണ്ടിരുന്നത് ഹമ്മിങ് ബേർഡ്സ് വഴിയാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഹമ്മിങ് ബേർഡ്സ് ഇല്ല. അപ്പം ഒരു എക്സ്പെർട്ട് കണ്ടുപിടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യാം. സോറി, ഹാൻഡ് ചെയ്യാം. അതായത് അതിന്റെ ഫ്ലവേഴ്സ് തുറന്നിട്ട് നമുക്ക് കൈ കൊണ്ടല്ല, ഒരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഒരു ബാംബൂ സ്റ്റിക്ക് വഴി അത് തുറന്നിട്ട് അതിന്റെ പെറ്റൽസ് നമ്മൾ സ്ക്വീസ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് പോളിനേഷൻ ഹാപ്പൻ. എന്നിട്ട് ഒരു 6 to 7 months എടുക്കും. ഇത് എന്തുകൊണ്ട് എക്സ്പെൻസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം കൺസ്യൂമിങ്ങും ആണ്, ലേബർ ഇൻറ്റൻസീവ്. അതുകൊണ്ടാണ് ഇത് എക്സ്പെൻസീവ്. കാരണം ഇത് പ്രോസസ്സ് ചെയ്യാൻ തന്നെ, പറിച്ച് കഴിഞ്ഞിട്ട് ഡ്രൈ ചെയ്യാൻ തന്നെ ഒരു 3 to 4 months പിന്നെ എടുക്കും. ഡ്രൈ ചെയ്യുക, നമ്മളത് മൂടി വെക്കുക, ഡ്രൈ ചെയ്ത് മൂടി വെക്കുക, അങ്ങനെയാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20% മോയ്സ്ചർ കണ്ടന്റ് എപ്പോഴും കാണും, ഒരു 20% ഓയിലി കണ്ടന്റ് വേണം. അത് ഫുള്ളി ഡ്രൈ ആണ്, അതിൻ്റെ അകത്തുള്ള എസൻസ് മൊത്തം വലിച്ചെടുക്കുന്നതാണ്. എൻ്റെ ഒഴിഞ്ഞു പോവോ വളരെ ഫുള്ളി എസൻസ് മൊത്തം വലിച്ചെടുക്കുന്നതാണ്. അങ്ങനെയാണ് വനിലേക്ക് അങ്ങനെ എക്സ്പെൻസീവ് കൊടുത്ത് പറയുന്നത്. പ്രിൻസ് ഓഫ് സ്പൈസസ് എന്നാണ്. സാഫ്രോൺ പറയുന്നത് പ്രിൻസസ്. ഇതാണ് നമ്മുടെ ക്വീൻ ഓഫ് സ്പൈസ്, കാർഡമം. ഇതും സിമിലർ ആണ്. 3 to 4 years ആവും ഇതിന്റെ ഫുള്ള് മെച്ചൂരിറ്റി എത്താൻ. പിന്നെ ഇതിന് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 15 years ആണ്. ഒരു ചെടി ഉണ്ടെങ്കിൽ 15 years ആണ് ഇതിന്റെ ലൈഫ് സ്പാൻ. ഓക്കെ, അതിൻ്റെ അകത്ത് 7th year to 15th year ആണ്, സോറി 12th year ആണ് നമുക്ക് ഫുള്ള് ഈൽഡ് കിട്ടുന്നത്. ഓക്കെ, 7 to ഫുൾ ഈൽഡ് കിട്ടുന്നത് 7 to 15th year. ഓക്കെ, പിന്നെ ഇതിന്റെ ഇത് സാർ ഈ സ്റ്റെമ്പ് ഇതാണ് ഇതിന്റെ ഗ്രോത്ത് ചെയ്യുന്ന സാധനം. ഇതാണ് ഇതിന്റെ ഫ്ലവർ. ഓക്കെ, ഇതിന്റെ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ഹണീബീസ് ആണ്. ഹണീബീസ് ആണ് ഇതിന്റെ പോളിനേഷൻ. ഹണീബീസ് ഉണ്ടോ ഇതിന്റെ അകത്ത്? നമുക്ക് ഇവിടെ ഫാമുണ്ട്. വെച്ചിട്ടുണ്ടാവും നല്ല. പിന്നെ ഇതിന് നമ്മുടെ കൾട്ടിവേഷൻ ചെയ്യുന്നത് മെയിൻലി ലേഡീസ് ആയിരിക്കും. സോറി, ഹാർവെസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ മെയിൽ ഹാൻഡ്സർ ടു റാഷ്, അപ്പം അവരുടെ കുറച്ച് സോഫ്റ്റ് ആകും, അവരായിരിക്കും ഇത് പ്ലക്ക് ചെയ്യുക. അപ്പോൾ എവറി 45 days നമുക്ക് ഇത് ഹാർവെസ്റ്റ് ചെയ്യാം. എവറി 45 days നമ്മൾ നടുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരു 3-4 ചെടി വല്ലതും നടത്തും. അത് കഴിഞ്ഞിട്ട് ഇവൻച്വലി അത് ഗ്രോ ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിന്റെ ഫുൾ മെച്യൂരിറ്റി ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 18 to 17 ഇതുപോലെ. കാർഡമം എന്ന് പറയുന്നത് ജിഞ്ചർ ആൻഡ് നമ്മുടെ ടെർമറിക്, ഇത് മൂന്നും ഒരു ഫാമിലിയാണ്, സിമിലർ ഫാമിലിയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ 40. ഇത് ക്വീൻ ഓഫ് സ്പൈസസ് ആണ്, തേർഡ് എക്സ്പെൻസീവ് സ്പൈസ് ആണ്. കാരണം ഇതും ലേബർ ഇന്റൻസീവ് ആണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു 10 കിലോ നമ്മൾ റോ കാർഡമം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് ചിലപ്പോൾ 2 കിലോ. അതിന്റെ ഒരു സ്പൈസ് എടുക്കുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു ഞാൻ. അതെന്താണ് സംഭവം? കുറച്ച് സാധനം തൂക്കി എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് നോക്കും, എന്നിട്ട് അതിന്റെ അകത്ത് ഏതാണോ നല്ലതെന്ന് നോക്കിയിട്ട്. ഇതിപ്പോ 2 days ബാക്ക് ഹാർവെസ്റ്റ് ചെയ്തു. അപ്പൊ ഇത് ഈ ലെഫ്റ്റ് ഓവർ കണ്ടത്, ലെഫ്റ്റ് ഓവർ ആണ്. നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നോക്കിയിട്ട് അതിന്റെ അകത്ത് മെച്ചൂർഡ് ഏതാണ് അൺമെച്ചൂർഡ് ഏതാണ് നോക്കിയാണ് പറയുന്നത്. പിന്നെ ഇത് ഉണക്കി കഴിഞ്ഞിട്ട് ഒരു തൂക്കം നോക്കിയിട്ട് കുറെ പേര് ഗ്രേഡിംഗ് എന്ന് പറയും. ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് 2 mm തൊട്ട് 9 mm വരെയാണ്. 2 mm തൊട്ട് 9 mm വരെ, അതായത് 8 to 9 mm ആണ് ബെസ്റ്റ് ക്വാളിറ്റി കാർഡ്. അത് അതിന്റെ അകത്തൊരു ഡസൻ ഓഫ് ബീൻസ് ആണ്, ഒരു ബ്ലാക്ക് കളർ ബീൻസ്. അതായത് ഇതൊരു ഡസൻ. ഇതിന്റെ ബ്ലാക്ക് ആവും, ഇത് ബ്ലാക്ക് ആവും, മെച്ചൂർഡ് ആകുമ്പോൾ ബ്ലാക്ക് ആവും. അത് ഡ്രൈ ചെയ്ത് പ്രോസസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഡ്രൈ കാർഡമം. പോളിഷ് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ ഗ്രീൻ കളർ നമുക്ക് ഒരിക്കലും കാർഡമത്തിന്റെ ബെസ്റ്റ് ക്വാളിറ്റി കിട്ടൂല. കാരണം അത് അങ്ങനെ കിട്ടുവാണെങ്കിൽ ഡൈ ആണ്. ഉണക്കി കഴിഞ്ഞിട്ട് മറ്റേ രീതിയിൽ പോളിഷ് ചെയ്യും, അല്ലെങ്കിൽ നാരെല്ലാം കൊണ്ട് പൊങ്ങി പോയി പോളിഷ് ചെയ്തെടുത്താണ് കാർഡമം. ഓക്കെ, ഇത് കാന്താരി. കാന്താരിയൊക്കെ വീട്ടിലുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഫോറിനേഴ്സ് ആണ് നിങ്ങൾക്ക് അധികം ഉള്ളത്? ഇവിടെ ഹോം സ്റ്റേ ഉണ്ടോ? ഹോം സ്റ്റേ ഇല്ല, നമുക്ക് വേറെ പുള്ളിക്ക് വേറെ ഹോം സ്റ്റേ ഉണ്ടല്ലേ. ഓക്കെ, ഇത് പുള്ളിയുടെ വീടാണോ? അല്ല, ഇത് വേറെ നമ്മുടെ ഒരു പശു ഫാമും. ഓക്കെ, നമ്മൾ ഇത് ഈ പ്ലാന്റേഷൻ നമ്മൾ ലീസിന് എടുത്തേക്കുന്നത്. ഓക്കെ, പുള്ളി ലീസിന് എടുത്തേക്കുന്നത്. ഇത് ജിഞ്ചർ, ഇഞ്ചി. അപ്പോൾ ഇതിന് ആക്ച്വലി ഒരു 6 to 8 months നമുക്ക് ഇഞ്ചി ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ബെഡിലേക്ക് നമ്മൾ എന്തിനാണ് ഈ ബെഡ് പോലെ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ
ഇത് ഫുള്ളി മെച്ചൂർഡ് ആകുമ്പോഴത്തേക്കും ഇതിന്റെ ഇല കണ്ടോ, ഇല ഉണങ്ങി ഇതിന്റെ സ്റ്റെമ്പും വരും എല്ലാം ഉണങ്ങും, ഉണങ്ങി മേളിലൊന്നും കാണില്ല. അപ്പൊ എവിടെയാണ് ഈ സാധനം വെച്ചിരിക്കുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ബെഡ്. അപ്പം ഇഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആയുർവേദിക് പ്രൊഡക്റ്റും വിത്തൗട്ട് ജിഞ്ചർ ആൻഡ് പെപ്പർ നമുക്ക് ആയുർവേദിക് പ്രൊഡക്ട്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എല്ലാത്തിനും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചിയാണ്. പിന്നെ നമ്മുടെ അസിഡിറ്റി അങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം മെയിൻ മെഡിസിൻ ആണ്. ഇത് വളരുമ്പോഴത്തേക്ക് ഒരു 1 മീറ്റർ ഹൈറ്റിൽ വളരും. ഈ ഹൈറ്റിലാണ്. സാർ ലീഫ് കണ്ട ശ്രദ്ധിച്ചാൽ മതി. ഇത് ഓൾമോസ്റ്റ് സിമിലർ ആണ്, സെയിം ഫാമിലിയാണ്. ഇത് എത്ര ഏക്കർ ഉണ്ട്? ഇത് 2 ഹെക്ടർ. 2 ഹെക്ടർ. ഇത് നമ്മൾ മൾട്ടികൾച്ചർ ആണ്, മോണോകൾച്ചർ ആണ്. എല്ലാം കൂടെ ഉള്ളത്. ലീസിന് എടുക്കുന്നില്ല. വേറെ ഫാം ഉണ്ട്, പുള്ളി ഓൺ ചെയ്യുന്ന കുറെ നമ്മൾ മോണോകൾച്ചർ ചെയ്യുന്ന സ്ഥലത്തുണ്ട്. ഇത് ക്യാമ്പു. ഇതിന്റെ വളർന്നു വരുന്ന പറഞ്ഞിട്ട് 7 to 8 years എടുക്കും ഫുൾ മെച്യൂരിറ്റി വരെ. ഇതിന്റെ അൺബ്ലോൺ ഫ്ലവേഴ്സ് ആണ് നമ്മൾ പറിക്കുന്നത്. ഗ്രീൻ കളർ സ്റ്റെമ്പിൽ നിന്ന് വരുന്നത്. അത് നമ്മൾ പ്രോസസ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും അത് ദാറ്റ് ഷുഡ് ബി ബ്രൗൺ. ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തു നിന്നുള്ള ഓയിലും എസൻസും വലിച്ചെടുക്കുന്നതാണ്. അതിൻ്റെ അകത്ത് 20% മോയ്സ്ചർ കണ്ടന്റ് വേണം. ഭയങ്കര കട്ടിയാണല്ലോ. അത് ഫുൾ അതിൻ്റെ അകത്തുള്ള എസൻസ്, അതായത് ഫ്രാഗ്രൻസിനും മൊത്തം ഊരിയിട്ട് വേസ്റ്റ് വരുന്നതാണ് നമുക്ക് സ്പൈസ് ആയിട്ട് കിട്ടുന്നത്. ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് ഒരിക്കലും നമുക്ക് ഇന്ത്യയിൽ കിട്ടും അല്ലെ നമുക്കൊരു ഫാം വേണം. ഇറ്റ്സ് ഫുൾ എക്സ്പോർട്ടഡ് എന്നാൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളിത് 7 to 8 years, ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് 50 years ആണ്. ഇതിൽ 35 to 45 years നമുക്ക്. ഇത് വലിയ മരമാവൂലേ? ഒരു ഈ സൈസ് വരും, അത്രയും പോലെ ആവും. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ഇത് ഉണ്ട്, ഇതിന്റെ ഉള്ളിലായിരിക്കും വരുന്നത് ഫ്ലവർ ലൈക്ക് ടൈപ്പ്. അത് മൊത്തം വിരിഞ്ഞിട്ടുണ്ട്, എസൻസ് മൊത്തം പോയെന്നാണ്. അപ്പൊ അതിന്റെ ആ പീക്ക് മെച്യൂരിറ്റിക്ക് തൊട്ട് മുന്നേ പറിച്ചെടുക്കണം. എന്നിട്ട് പിന്നെ ഡ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ഫ്ലവറിന്റെ ഫുൾ ഇത് കിട്ടും. ഇത് ജാതിക്ക എന്ന് പറയുന്നത് സെയിം 7 to 8 years ആണ്. പക്ഷെ ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 years വരെ ജീവിക്കും. ഇതിന്റെ ലൈക്ക് 55 to 75th year ആണ് ഇതിന്റെ മെയിൻ ഈൽഡ് കിട്ടുന്നത്. ഇതിന് ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽക്കഹോൾ, വൈൻ, ഫ്രേഗ്രൻസ്, മെഡിസിൻ, അങ്ങനെ ഇഷ്ടം പോലെയാണ്. ബിരിയാണി ഫുഡ്. ഇതിൻ്റെ അത് ആക്ച്വലി ഒരു ഫ്രൂട്ട് ടൈപ്പ് അതുണ്ടോ, ഇതാണ് ജാതിക. അതിനുള്ളിൽ വേറൊരു സീഡ് ഉണ്ട്. ആ സീഡിനുള്ളിൽ ഒരു ഷെല്ല്, അതിന്റെ ഉള്ളിലാണ് പത്തിരി. അതിന്റെ മേളിൽ കൂടെ വരുന്നതാണ് പൂ എന്ന് പറയുന്നത്, ജാതിപ്പൂ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെ ലീസിന് എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങൾക്ക് ഈൽഡ് എടുക്കാൻ പറ്റത്തില്ലല്ലോ? പറ്റുമോ? നമ്മുടെയാണ് പ്രോപ്പർട്ടി. ഇത് നമ്മുടെ ഓവർ കഴിയുന്നിടം വരെ നമുക്ക്. എത്ര വർഷത്തേക്ക്? അത് കിടക്കും 15 പാട്ടത്തിനെടുത്ത് 15 വർഷത്തേക്കൊക്കെ എടുത്താ അല്ലേ? ഇതാണ് നമ്മുടെ കിങ് ഓഫ് സ്പൈസ്, കുരുമുളക്. കുരുമുളകിൽ തന്നെ 3 കാറ്റഗറിയാണ്, ഗ്രീൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതിൻ്റെ ബ്ലാക്ക് പെപ്പർ ആണ് ദ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. വൈറ്റ് ഇതിൻ്റെ അകത്ത് ഈ 3ഉം ഒരു മരത്തിൽ നിന്ന് തന്നെയാണ്. 3 വൈറ്റും എല്ലാം ഒരു മരമാണ്. അതിൻ്റെ അകത്ത് ഹാർവെസ്റ്റിംഗ് പ്രോസസ്സ് മാറും തോറും ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യും. അതായത് 3 ടൈപ്പ് ഓഫ് മെച്യൂരിറ്റി. അതായത് ഇതിന്റെ ഫുൾ മെച്യൂരിറ്റിക്ക് തൊട്ട് മുന്നിൽ നമ്മൾ പറിക്കുമ്പോഴാണ് അത് ഡ്രൈ ചെയ്ത് പ്രോസസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രീൻ പെപ്പർ കിട്ടും. ഇതിന്റെ അകത്ത് കുറച്ചുകൂടി ഇത് ഡാർക്കിഷ് ഗ്രീൻ ആവും. ഇത് പഴുക്കുമല്ലോ? പഴുക്കത്തില്ല, അതിന് തൊട്ട് മുന്നേ. അപ്പൊ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രോസസ് ചെയ്ത് എടുക്കുമ്പോൾ ഇത് ബ്ലാക്ക് പെപ്പർ. പിന്നെ സാറ് പറഞ്ഞല്ലോ പഴുത്ത് കഴിയുമ്പോഴത്തേക്കും റെഡ് കളർ ആവും. റെഡ് കളർ വരുമ്പോഴത്തേക്ക് ഇതിന്റെ തൊലി പീൽ ഓഫ് ആവും. അങ്ങനെയാണ് നമുക്ക് വൈറ്റ് ആണ് മോസ്റ്റ് സ്പൈസിയസ്റ്റ് പെപ്പർ എന്ന് പറയുന്നത്. പക്ഷേ ബെസ്റ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ ഡയമണ്ട്, ഇന്ത്യൻ ഡയമണ്ട് എന്ന് ബ്രിട്ടീഷുകാർ പേരിട്ട് വിളിക്കുന്നത് ബ്ലാക്ക് പെപ്പറിനാണ്. അടിച്ചുകൊണ്ട് പോയ സാധനം. ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അൺമെച്യൂർഡ് ലീഫിൽ അത് നമ്മൾ ചതച്ച് തിന്നുവാണെങ്കിൽ മലേറിയക്കുള്ള മെഡിസിനാണ്. കാരണം മലേറിയക്ക് പ്രോപ്പർ മെഡിസിൻ ഇല്ല. മറ്റേ ഇത് കൗണ്ട്, അതെ, ബ്ലഡ് കൗണ്ട്, പെറ്റൽസോ എന്ത് സാധനം അതിന്റെ അപ്പം നമുക്ക് പ്രോപ്പർ ആയിട്ട് മലേറിയക്ക് മെഡിസിൻ ഇല്ല. നമുക്കിപ്പോൾ ആശുപത്രി പോലും വല്ല പാരസെറ്റമോൾ തന്നിട്ടാണ് വിടുന്നത്. അപ്പൊ അതിന് ആക്ച്വലി ഇത് കൗണ്ട് കൂട്ടാൻ വേണ്ടി നല്ല വില ഉപകരിക്കുന്ന ഒരു സാധനമാണ്. ആക്ച്വലി നമ്മളാരും അത് മെയിൻ ചെയ്യാനില്ല.
പക്ഷെ ഈ കാർഡമം മഴ പെയ്തിട്ട് പണി കിട്ടൂലേ ഈൽഡിന്റെ? മഴയായാലും പ്രശ്നമാണ്. ആ സാർ ഇപ്പം എവിടെ ഏത് സ്ഥലത്ത് പോയാലും കാർഡമം പ്ലാന്റേഷൻ ശ്രദ്ധിച്ചാൽ മതി, ഇതേപോലെ വലിയ വലിയ മരങ്ങൾ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫിൽറ്റേർഡ് സൺലൈറ്റ് വേണം, അല്ലെങ്കിൽ ഓവർ മഴയാണല്ലോ ഒരു മറ പോലെ കീപ്പപ്പ് ചെയ്യുന്നത്. ഇപ്പം വെതർ നോർമൽ വെതർ ആണെങ്കിൽ നമ്മൾ ഇതിന്റെ ശീലങ്ങളെല്ലാം വെട്ടിക്കളയും. അപ്പം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല. അല്ലാത്തപ്പോഴത്തേക്കും നമ്മൾ ഫിൽറ്റർ ചെയ്യുന്ന പോലെയാണ് മരങ്ങൾ കിട്ടുന്നത്. അപ്പൊ അതിനാണ് എവിടെ പോയാലും ഒന്ന് കാറ്റാടിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ അങ്ങനെ അതൊരു വേറൊരു യൂസിനായിട്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ കുരുമുളകും കയറ്റി വിടും. അപ്പം ഒരു ഇത് തന്നെ രണ്ട് ഇതായിട്ട് ഒരു വഴിക്ക് എന്താണ് ഇത് കറുവപ്പട്ടെ? ആ ഇതിന്റെ അകത്ത് നമുക്ക് ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ഇത് കിട്ടും, സിനിമൻ കിട്ടും. ഒന്ന് സിലിയോൺ സിനിമൻ ആണ്, മറ്റൊന്ന് കാസിയ സിനിമൻ. കാസിയ എന്ന് പറഞ്ഞാൽ ചൈനീസ് സിനിമൻ ആണ്. അതിന്റെ അകത്ത് ക്യുമറിൻ കണ്ടന്റ് എന്ന് പറയുന്ന സാധനം കൂടുതലാണ്. ക്യുമറിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വയറിന് നല്ലതല്ല, നമുക്ക് അസിഡിറ്റിക്ക് അല്ലെങ്കിൽ നമുക്ക് ആസിഡ് ഇച്ചിരി കൂടുതലാണ്. സിലിയോൺ സിനിമണി വരുന്നത് 0.1% ആണെങ്കിൽ മറ്റേതിൽ വരുന്നത് 7%. ചൈനീസ്. അപ്പൊ അത് നമുക്ക് കൺസപ്ഷൻ പർപ്പസിന് ഭയങ്കര ബാഡാണ്. മേടിക്കുമ്പം സിലിയോൺ സിനിമ മേടിക്കാൻ നോക്കുക. സിലിയോൺ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സിഗാർ ഷേപ്പ്, റോൾ ചെയ്യുമ്പോൾ സിഗാർ ഷേപ്പ് വരും. മറ്റേത് റോൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്ലീക്ക് നമ്മുടെ ക്ലാസി ഫിനിഷ് ആയിരിക്കും, ഭയങ്കര സ്ട്രൈറ്റ് ആയിട്ട് ഭയങ്കര മിനുസവും ഇതുമായിരിക്കും, ഭയങ്കര ഹാർഡും ആയിരിക്കും. ഇതിന് അത്ര ഹാർഡ് വരത്തില്ല. ഇത് നമ്മൾ ഞെക്കുവാണെങ്കിൽ പൊടിഞ്ഞു പോകും, മറ്റേത് ഞെക്കിയാലും പൊടിയത്തില്ല മറ്റേ സാധനം. അപ്പൊ അത് നമുക്ക് ഹെൽത്ത് വൈസും നമുക്ക് ഹാംഫുൾ ആണ് കൺസ്യൂം ചെയ്യുമ്പോൾ. പക്ഷെ നമുക്ക് കോസ്മെറ്റിക്സോ അല്ലെങ്കിൽ പെർഫ്യൂംസോ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് അത് യൂസ് ചെയ്യും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടറി ഐറ്റം ആണ് മൺതൂർക്ക. ബേലീഫ്. ബേലീഫ് എന്ന് പറഞ്ഞാൽ വേറെ മരമാണ്. അല്ല ഇത് നമ്മള് മറ്റേ ചക്കേന്റെ ഇത് പഴമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം. അതാണ് ആക്ച്വലി ബേലീഫ് ആണ്. നമ്മൾ ബിരിയാണിയിൽ അതിന് നമുക്ക് ഒറിജിനലായിട്ട് അങ്ങനെ ഇലയുള്ള മരമുണ്ട്, അതിന് വേണ്ടി മാത്രമാണ്. ബട്ട് അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടറി ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇതാണ്. ഇതിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനം. ഇതെന്താണ് സാധനം? അത് സോർ സോപ്പ് എന്ന് പറയും. നമ്മുടെ അതിന്റെ സെയിം ബ്രീഡാണ്. പക്ഷെ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് നമുക്ക് ക്യാൻസറിന്റെ മെഡിസിൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടപ്പ് ഫോട്ടോ അയച്ചത് അത്തക്കയുടെ വേറെ ബ്രീഡ്, സെയിം ഫാമിലിയാണ്. വേണ്ട അത്തക്ക പോലെ തന്നെ ഇരിക്കും, ബട്ട് സെയിം ആണ്. ഇതാണ് സോർസ് ഓഫ് എന്ന് പറയുന്നത്. മലയാളം മുള്ളാത്തി. നാട്ടിലെവിടെയാണ്? ഞാൻ കോഴിക്കോട്. എവിടെയാണ്? ഇവിടെ തന്നെയാ? ചെറിയ ഇല നട്ട് വരുന്നുണ്ട്. എത്ര ഇലമാണ് നമ്മൾ തുടക്കത്തിൽ വെക്കത്തുള്ളൂ. ഈ നിൽക്കുന്നത് ആദ്യമേ വെച്ചിരുന്നതാണ്. ഇതിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ആയിരിക്കുന്നതാണ് ബാക്കി. ഓട്ടോമാറ്റിക്കായി നമുക്ക് ഇങ്ങനെ 20 ഇയേഴ്സിന് ഉണ്ടായിക്കൊണ്ടിരിക്കും. മഞ്ഞളൊക്കെ മാറ്റി തന്നെ അല്ലേ? ഇതാണ് മദർ പ്ലാന്റ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ബാക്കുന്നത്. ഇത് കൊക്കോ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം. ഇതിനുള്ളിൽ ഒരു പൾപ്പി ഒരു സീഡ് ടൈപ്പ് ഉണ്ട്. അതിന്റെ ഒരു ലെയറിൽ ഒരു പൾപ്പി ജ്യൂസി സാധനം ഉണ്ട്, അത് നമുക്ക് കഴിക്കാം. പക്ഷെ അതിന്റെ മുകളിലത്തെ സാധനം അല്ലേ ഇത് എടുക്കുക? ഉള്ളിലത്തെ എടുക്കുക. ഉള്ളിലൊരു പർപ്പിൾ കളർ നമ്മുടെ കോഫി പോലെ തന്നെ ഒരു ബീനാണ്. അത് പ്രോസസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചോക്ലേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 70% പൗഡർ ആണെങ്കിൽ 30% ഷുഗർ ആണ്. എന്ത് ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിലും 95% പൗഡർ വരും, ബാക്കി ഷുഗർ. എന്നാലേ അതിന്റെ അല്ലെങ്കിൽ ഭയങ്കര കയ്പാണ്. നമ്മുടെ എന്താ പറയുന്നത് പാവക്കായിട്ടുള്ള കയ്പുള്ള സാധനമാണ് ഈ സാധനം. ഇത് കോഫിയുടെ സെയിം പ്രോസസ് ആണ്. കോഫി ബീൻസ് നമ്മൾ പ്രോസസ് ചെയ്ത് പൗഡർ ചെയ്യുന്ന സെയിം പ്രോസസ്. കാന്താരിയിലെ പച്ചക്കാന്താരി. ഇതാണ് മഞ്ഞൾ. ഞാൻ പറഞ്ഞ പോലെ തന്നെ സെയിം ഫാമിലി. ഇപ്പൊ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഏതാണെന്ന് തിരിച്ചറിയില്ല തുടക്കത്തിൽ നോക്കുമ്പോൾ. നമുക്ക് പുറത്ത് കിട്ടുന്ന മഞ്ഞളിന്റെ അകത്ത് ഇപ്പൊ വരുന്നതിന്റെ അകത്ത് ഫുള്ള് ഡൈ ആണ്. ഡൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിപ്പൊടി മിക്സ് ചെയ്ത് ഡൈ ഇടി.
എന്നിട്ട് അതാണ് നമുക്ക് ഔട്ട്ലൈൻ. പിന്നെ ഇപ്പം നമ്മുടെ ഒറിജിനൽ മഞ്ഞൾ ഇട്ട് വെക്കണം നമ്മൾ വീട്ടിലിട്ട് വെക്കലുണ്ട്. അപ്പം ഈ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ തന്നെ ആ കുപ്പിയിലോ അല്ലെങ്കിൽ ആ പാത്രത്തിന് ചുറ്റും ഒരു യെല്ലോയിഷ് ഒരു അത് ഒറിജിനലാണ്. ബാക്കിയൊന്നും ആ മറ്റേ മഞ്ഞപ്പ് കിട്ടൂല. നമ്മൾ ഒന്ന് കൈ പറ്റിയാലും എത്ര സോപ്പിട്ട് കഴിയാലും നമ്മുടെ ഒറിജിനൽ മഞ്ഞളാണ് കയ്യിൽ നിന്ന് പോകില്ല. കംപ്ലീറ്റ് ഉടായ്പാണ്. മറ്റേ കടല പച്ചക്കടലയാക്കുന്നത് ആ സ്മെല്ല് കണ്ട. ഈ സാധനത്തിന്റെ സ്മെല്ല് നമുക്ക് ഒരിക്കലും മറ്റേ അത് കിട്ടൂല. ഇപ്പൊ ഇത് സെയിം മറ്റേ ഇഞ്ചിയുടെ അതേപോലെ തന്നെ വളർന്നു വരുമ്പോഴത്തേക്കും ഒരു ആ ടൈം ആ പീക്ക് ടൈം ആകുമ്പോഴത്തേക്കും രണ്ടും നമുക്ക് ഒരുമിച്ച് നടാം. ഇഞ്ചിയും തേനീച്ച കുത്തിയാൽ ഉപയോഗിക്കാം. അല്ല തേനീച്ച കട്ട് ഷാർപ്പ് എന്തിനും ഒരു മെഡിസിനൽ പർപ്പസ് ഉള്ള സാധനമാണ്. ഈ മഞ്ഞളും നമുക്ക് എന്തിനാണ് പാലിലിട്ട് കുടിക്കാം. നമുക്ക് മറ്റേ രാവിലെ എണ്ണീറ്റിട്ട് പച്ചവെള്ളം തിളപ്പിച്ച് കുടിക്കാം. മറ്റേ കൊറോണ സമയത്ത് കണ്ടമാനം കുടിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഒരു സാധനമല്ലേ അതും ഇതും കലക്കിയിട്ട്. കസ്കസ് അല്ല കമ്മിൻ എന്നതിൻ്റെ പേര് എന്തോ പേരുണ്ടായിരുന്നു. ഒരു കറുത്ത കടുക് പോലത്തെ ഒരു സാധനം. എള്ളു പോലത്തെ അത് തന്നെ. വാഴയുടെ ഇത് ഫിംഗർ ലെഗ് ബനാന എന്ന് പറയും. അത് അത്രേ വളരുള്ളൂ. അത് മറ്റേ വിരല് പോലെ നീണ്ടു നീ. അതാണ് ആ സാധനം. കദളി പോലത്തെ സാധനം. ചെങ്കദളി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് അങ്ങനെ പറയാം. ഇത്ര ഉള്ള ആ സാധനത്തിന്റെ മെയിൻ. അതിന്റെ കളറും ഗ്രീൻ തന്നെയാണ്. പഴുത്താലും ഗ്രീൻ ആണ്, മഞ്ഞയാവും ഈ സാധനം. റോബസ്റ്റ് മാതിരി. അതെ. പിന്നെ ഇപ്പം വാഴ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കി വിളിച്ചെന്നുള്ളത് വാഴയെ കൊണ്ട് ഈ ഒരു വാഴ വെക്കുവാണെങ്കിൽ അതിന്റെ വേര് തൊട്ട് എല്ലാം ഉപയോഗിക്കാം. ഇപ്പൊ ഇതിന്റെ നാര് വരെ എടുത്തിട്ട് നൂല് വെച്ചിട്ട് നമ്മൾ സാരി തയ്ക്കാൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നടുവിലത്തെ കാമ്പ് തിന്നാ. യെസ്. പിന്നെ ആ പൂ നമുക്ക് കറിയൊക്കെ ഉപയോഗിക്കാം. ഇത് കോഫി. ഇത് റോബസ്റ്റ അല്ല, സോറി, ഇത് അറബിക്ക എന്ന് പറയും. കോഫി അറബിക്ക. അറബിക്ക എന്ന് പറയുന്നത് ഇതിന് രണ്ട് കാറ്റഗറിയാണ് നമുക്ക് ഇവിടെ. ഒന്ന് റോബസ്റ്റയും ഒന്ന് അറബിക്കയും. റോബസ്റ്റ എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു മരമാണ്. പട്ടർന്നങ്ങൾ വളരും, നല്ലപോലെ വളരും. നമ്മുടെ ഈ എന്താ പറയുന്നത് ക്ലവും അതുപോലെ വളരുന്ന ഒരു മരമാണ് റോബസ്റ്റ. അതിന്റെ അകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് ഇല ഭയങ്കര വലിപ്പമായിരിക്കും, പക്ഷെ സീഡ് അത്രയ്ക്ക് വലിപ്പം കാണൂല. റൗണ്ട് സീഡ്. പക്ഷെ അറബിക്ക എന്ന് പറയുമ്പോഴത്തേക്കും മരം ഒരു ബുഷ് പോലെ വരും. ഈ ഒരു ഹൈറ്റ് വരും, ഇങ്ങനെ ഒരു ഇതുപോലെ വരും. അതിന്റെ അകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല കണ്ടില്ലേ ഭയങ്കര ചെറുതായിരിക്കും, പക്ഷെ സീഡ് അത്യാവശ്യം വലിപ്പമാണ്. ടേസ്റ്റ് വൈസ് നോക്കുമ്പോഴും ഇതിനാണ് റോബസ്റ്റയ്ക്കാണ്, സോറി അറബിക്കയ്ക്കാണ് വാല്യൂ കൂടുതൽ. പ്ലസ് ഇതിന്റെ പൂ പൂക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാസ്മിനില്ലേ അതുപോലത്തെ ഒരു വെള്ള കളർ പൂവാണ്. അതിന് കോഫിയുടെ സ്മെല്ലല്ല, ആക്ച്വലി വേറൊരു സ്മെല്ല് വരും. അപ്പൊ അത് നിൽക്കുവാണെങ്കിൽ നമ്മുടെ ഈ മറ്റേ കാശ്മീരിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നത് അതുപോലെ ഇരിക്കും മരം കാണുമ്പോൾ. ഫുള്ളൊരു വൈറ്റ് കളറായിരിക്കും. പിന്നെ എക്സ്പെൻസീവ് കോഫി എന്ന് പറയുന്നത് ആക്ച്വലി ഐ തിങ്ക് കോഫി ലുവാക്ക്. അത് ആക്ച്വലി ഒരു ക്യാറ്റിന്റെ മറ്റേ മരപ്പട്ടി. അതെ, മരപ്പട്ടിയുടെ പൂവിൽ നിന്ന് കുരുവാണ് കഴിച്ചിട്ട് അത് വേസ്റ്റ് അതിന് കിട്ടുന്നതാണ്. ഇത് തേക്കടിക്ക് പേര് വരാൻ കാരണം ഇതാണ്. തേക്കുണ്ട് ഇഷ്ടം പോലെ ഇവിടെ. തേക്കടി, ലാൻഡ് ഓഫ് തേക്ക്, അതാണ് തേക്കടി എന്ന് പറയണേ. പിന്നെ ഇടുക്കി എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് സ്പൈസസ് ആണ്. ഇവിടെ എന്ത് നട്ടാലും അവിടെ അതിനൊരു വിളവുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന് ഇതെടുത്ത് ഏലത്തോട്ടമൊക്കെ ലീസിനെടുത്ത അവസാനം അതെന്തോ മഴ പെയ്തെന്തോ സംഭവിച്ച് ഇപ്പം ഖത്തറിലാണുള്ളത്. 10, 20, 30 ലക്ഷം രൂപ നഷ്ടം. ആ ടൈമില് പറ്റിയതാ. പക്ഷേ അതേപോലെ തന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുത്തനെ ഉയർന്നു. സ്റ്റോക്ക് ചെയ്ത് വെച്ചവർക്കെല്ലാം നല്ല പൈസ കിട്ടി. ഗുണമുണ്ടായിരുന്നു. ആക്ച്വലി എന്ത് പറയുന്നത്, ഇന്ത്യസ് ഫസ്റ്റ് ഡിഫൻഡർ ഇറങ്ങിയത് ഇവിടെയാണ്, ഒരു പ്ലാന്ററിന്റെ. അത് എനിക്കറിയാം, കോഫിക്കൊക്കെ ഭയങ്കര റേറ്റ് ആവും. കാർഡമം ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്ക. പിന്നെ ഇഞ്ചിക്കും നല്ല റേറ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇഞ്ചി എൻ്റെ ഫ്രണ്ട് ചെയ്തിട്ട് 5 ലക്ഷം കൊടുത്തിട്ട് അവര് പ്രോഫിറ്റ് കൊടുത്തത് 25. ആക്ച്വലി പിന്നെ കാർഡമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബെസ്റ്റ് ക്വാളിറ്റി വരുന്നത് അമേരിക്കയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു ഐലൻഡാണ്. ഐലൻഡിൽ ഒരു വോൾക്കാനിക് ഐലൻഡാണ്. അപ്പൊ ഈ വോൾക്കാനോ എറപ്റ്റ് ആയി കഴിയുമ്പോൾ ഈ മണ്ണിന് നല്ല ഫെർട്ടിലൈസർ. അപ്പൊ അങ്ങനെ അവിടെ വളരുന്ന കാർഡമത്തിന് ഭയങ്കര ഡിമാൻഡ്. അവിടെ എന്ന് മറ്റേ വോൾക്കാനോ എറപ്റ്റ് ചെയ്യുന്നു അന്ന് ഇന്ത്യൻ കാർഡമത്തിന് ഡബിൾ ഡിമാൻഡ്. അങ്ങനെയാണ് ഇന്ത്യൻ സെക്കൻഡ് ബെസ്റ്റ് ആണ് ഇന്ത്യൻ കാർഡമം. ബട്ട്
ബെസ്റ്റ് അവിടെ തന്നെയാണ്. പക്ഷെ അത് എപ്പോഴും നമുക്ക് അവിടെ നിന്നുള്ള കാർഡമം കിട്ടൂല. സെക്കൻഡ് ബെസ്റ്റ് ആണ് ഇന്ത്യൻ കാർഡം. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഭയങ്കര ഡിമാൻഡ്. കുരുമുളകും ഇവിടെ സെറ്റപ്പ്. ഇതൊന്ന് സാർ മണത്തില്ല, ഏത് മണമാണ് കിട്ടുന്നത്? നാരങ്ങ നാരങ്ങയല്ല, അതായത് കാരണം നാരങ്ങയുടെ മണം മാത്രമേ കിട്ടുന്നുള്ളൂ. ഓൾ സ്പൈസ് അതാണ് ഓൾ സ്പൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് 5 വിവിധ സ്പൈസസിന്റെ സ്മെല്ല് കിട്ടും ബിരിയാണി. അതായത് ഇതിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ജമൈക്കയിലാണ്. ഇതിന്റെ വേറൊരു പേര് ജമൈക്കൻ പെപ്പർ എന്ന് പറയും. അവിടെ അവർ ജമൈക്കൻ പെപ്പർ എന്നാണ് വിളിക്കുന്നത്. നമുക്ക് നമ്മുടെ ഈ പെപ്പറിന് പകരം അവർ യൂസ് ചെയ്യുന്ന പെപ്പറാണ്. പിന്നെ നമുക്ക് ആക്ച്വലി ഈ നമ്മുടെ ഈ പറഞ്ഞ 5 സ്പൈസസിന്റെ ടേസ്റ്റ് കിട്ടത്തില്ല, ബട്ട് ഒരു അരോമ കിട്ടും. അത്രയ്ക്കുള്ള ടേസ്റ്റോ അല്ലെങ്കിൽ ആ സ്പൈസോ കിട്ടത്തില്ല, ബട്ട് ആ സ്റ്റിൽ അതിന്റെ ഒരു അരോമ കിട്ടും. ഇതിന്റെ ലീഫ് അല്ലെങ്കിൽ ഒരു ബീൻ ഉണ്ട്, ബീനും ഇത് ഇവിടെ നമ്മൾ ലീഫ് യൂസ് ചെയ്യും, ബട്ട് സ്റ്റിൽ ഇതിന്റെ ഒരു ബീൻസ് ഉണ്ട്. ഒരു സ്മെല്ലുള്ള നമ്മുടെ ഒരു പെപ്പർ പോലത്തെ ഡ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ബ്രൗൺ കളർ ആവും. അത് പൊടിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഗാർണിഷ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് കേക്ക് മേക്കിങ്ങും അതിൻ്റെ ഫ്ലേവർ കൊടുക്കാനായിട്ട് അരോമ കിട്ടാനായിട്ടും നല്ല ഗുണമാണ്. ഇവിടെ സ്പൈസസ് ഒക്കെ ഉള്ളൂ. കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റീവിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് കൂടെ കാണിക്കാം. സ്റ്റീവിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷുഗറിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് 3 times സ്വീറ്റർ ഷുഗറാണ്.